ഹലോ എവ്രി വൺ വെൽക്കം ടു അവിമിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. അതാണ് നമുക്കൊന്നും വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്നും ചെറിയൊരു കുക്കിംഗ് ആണ്. പക്ഷെ ആഫ്രിക്കയിൽ അവർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്നാക്സ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്നാക്കാണ് നോർമൽ ക്രാക്കേഴ്സ്. സിമ്പിളാണ്, നമ്മളും ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് തോന്നുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒട്ടുമിക്ക ഷോപ്സുകളിലും കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആയിട്ട് ഈ ഒരു സംഭവം കാണുന്നത്. അത് ഒന്നല്ലെങ്കിൽ അവർ സൂപ്പിൽ ഡിപ്പ് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ സോസ് വെച്ചിട്ടായിരിക്കും അവർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മാമേനോട് ചോദിച്ചു, മാമിക്ക് അത് ഉണ്ടാക്കാൻ അറിയുമോ? അപ്പോൾ പറഞ്ഞു, ഉണ്ടാക്കാൻ അറിയും, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരെ കൊണ്ടൊന്ന് ഉണ്ടാക്കിയിരിക്കാം. ഞാൻ ആദ്യമായിട്ട് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അവർ കുറച്ച് ഷൈ ആണ്. മാമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചേച്ചി എന്നൊക്കെ വിളിക്കില്ലേ, ഒരു റെസ്പെക്റ്റിൻ്റെ രീതിയിൽ നമ്മൾ വിളിക്കില്ലേ ചേച്ചീന്ന്, അതുപോലെ നമ്മളിവർ ചെറിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വിളിക്കുന്നതാണ് മാമ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാമയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാമ, സേ ഹായ്. Hi, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. my name is Goza Menju. മാമയുടെ പേര് ഗോസ എന്നാണ്. ആക്ച്വലി മാമയ്ക്ക് വീഡിയോയിൽ വരുന്നത് കുറച്ച് ഷൈ ആണ് കേട്ടോ. Apa manje chamba kupika. മാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് ഞാഞ്ചയാണ്. അപ്പം മാമ പറയുന്നത് നമുക്ക് കുക്ക് ചെയ്യാൻ പോകാം, കൂടുതൽ വർത്താനൊന്നും വേണ്ട, വേഗം പോയി കുക്ക് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ. Welcome to Avimia's Way. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. Natinga gariki, il5. അവരവരുടെ ലാംഗ്വേജിലാണ് പറയണേ. 5 ഗാർലിക് എടുക്കുന്നു, പിന്നെ Nam chili, it is 6. 6 ചില്ലിയും കൂടി എടുത്തിട്ട് അവർ ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കണം. Apa manje nkutwa. ഓക്കെ, ഇത് നന്നായിട്ട് ശരിക്കും ഒന്ന് ചതച്ചെടുക്കാനാണ് ആൾ പറയുന്നത്. Aya mapika makrakazi. Mavisa kuli ba mafoleni. ഓക്കെ ഓക്കെ. അവർ പറയണത് ഇവര് ഇങ്ങനത്തെ ചെറിയ ക്രാക്കേഴ്സൊക്കെ ഇവരുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൂടാതെ ഇപ്പൊ ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ കൂടുതലും അവരുടെ ഷോപ്സുകളിലൊക്കെ ഒത്തിരി കാണാമല്ലോ. അപ്പോൾ അവർ ചോദിക്കും, ഇത് നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, മറ്റേ മിക്സിയിലിട്ട് ചെയ്യട്ടേന്ന് വെച്ചപ്പോൾ വേണ്ട, ഇതിൽ തന്നെ അവരുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് നല്ല രീതിയിൽ ഇങ്ങനെ ചതച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. Apa manje ntenga flour. Nkamba ushita mix. How many spoons? One half cup. ഓക്കെ, 1.5 കപ്പ്. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് അവർ കപ്പായിട്ട് മെഷർ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന്. ആദ്യം കുറച്ച് ഓക്കെ ഓക്കെ. ഓരോ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ആദ്യം 1.5 കപ്പ് ഇട്ടു അതിൽ, അതായത് അവർക്കൊരു മെഷർമെന്റ് ഉണ്ട് ആ ഗ്ലാസ്സിൽ, അതാണ് 1.5 കപ്പ് എന്ന് പറഞ്ഞത്. ദെൻ ഓക്കെ, സോൾട്ട് ഇടണം. സോൾട്ട് അത് ടേസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അവർക്കൊരു ഐഡിയ ഉണ്ടല്ലോ, എനിക്കിത് പറയാൻ അറിയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, 1/4. ഓക്കെ, ദെൻ natenga manje chili jannezo kutwa. ഓക്കെ Naikamo manzi. ഓക്കെ, ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്കെ ഓക്കെ മിക്സ് ചെയ്തിട്ടാണ് ആളതിലേക്ക് ഇടുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ ഓക്കെ Panashta mix naika face natinga cooking oil. ഓക്കെ ഓക്കെ ഓക്കെ, അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഫ്ലോർ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ ഓക്കെ, ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചത്, പക്ഷെ അത്രയും അതിലേക്ക് ഇട്ടില്ല. അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അത് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്.
ശരിക്കും ഇവരുടെ ട്രഡീഷണൽ ഫുഡ്സ് ഞാൻ വിചാരിച്ചു നമ്മളുടെ കുറേ ഫുഡുകൾ നല്ല കുക്കിംഗ് ചാനൽസിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇങ്ങനത്തെ ഉള്ള ട്രഡീഷണൽ ഫുഡ്സുകളൊക്കെ സിമ്പിളായിട്ടുള്ളതൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അതാണ് ഞാനിന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. Ele cooking oil to make a good yankari soft to chess and carry your course in my class. ഓക്കെ ഓക്കെ. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കിംഗ് ഓയിൽ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ 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 ഇതുപോലെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോൾ അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം അങ്ങനെ കുറേ നേരം കുറച്ചേച്ച് ഓയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ആക്കണം എന്നാണ് പറയുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഓളിട്ടു, വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓളിട്ടു. അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ആൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ്? നമ്മള് മറ്റേ വാട്ടറൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച ചില്ലിയും ഗാർലിക്കും കൂടി ഇതിലേക്ക് അവർ ഒഴിക്കാൻ പോകണം. ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചേച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ. ശരിക്കും ഇവരുടെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്ക് ഇവരുടെ സ്ലാങ്ങും കാര്യങ്ങളും കേൾക്കുമ്പോൾ കുറേയൊക്കെ ആദ്യം മനസ്സിലാവുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ നിന്ന് കുറച്ച് ഏതാണ്ടൊക്കെ ഞാൻ പഠിച്ചു. എനിക്കിപ്പോൾ ഏകദേശം അവർ ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ച് ഞാൻ അവരോട് പറയായിരുന്നു നിങ്ങളുടെ ഞാൻചയിലും ഇത് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അവരെനിക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുമേ. അപ്പം അങ്ങനെ ആണ് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇതുപോലെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇവർ പൊതുവെ സ്പൈസ് കഴിക്കാത്ത ആൾക്കാരാണ്, പക്ഷേ ഇതിൽ കുറച്ച് സ്പൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. ആ മിക്സിങ്ങിലാണ് കാര്യം കേട്ടോ. നല്ല രീതിയിൽ ആളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ഓക്കെ. ഉണ്ടോ നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. അത് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. അത് മാമത ഇതുപോലെ നല്ല രീതിയിൽ സെറ്റാക്കി നല്ല സോഫ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ അവർ പറയുന്നത് മറ്റേ ഇതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളുടെ ഈ ഡോ ഇല്ലേ, ഓക്കെ ഓക്കെ, സ്പ്രെഡ്. ഓക്കെ. അത് നല്ല രീതിയിൽ അതിനൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുവാണേ. കൈയും കൂടി ചെറുക്കയോ. അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുത്തു. ശരിക്കും നല്ല ഇങ്ങനെ സോഫ്റ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആൾ സംസാരിക്കണമൊന്നുമില്ല, പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കും. ക്യാമറയുടെ മുമ്പിൽ ഒട്ടും സംസാരിക്കില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഡിഷസൊക്കെ ആൾ സൂപ്പറായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. സൂപ്പറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആൾ കുക്ക് ചെയ്യും. ഞാനിനി നമ്മളുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുള്ളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേ, ഇവർ നമ്മളുടെ ഡിഷസ് വയ്ക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവർ നമ്മളുടെ ഡിഷസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു സ്നാക്കാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചത്. പിന്നെ ഇവളുടെ പോലെ പിന്നെ ഒരു സമോസ ഇല്ലേ, അത് ഈ ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിലും ഞാൻ ആളുണ്ടാക്കി തന്നത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറും വെജീസ് വെച്ചിട്ടാണ്, അധികം സ്പൈസ് ഇല്ലാതെ. ഓക്കെ. ഇട്ടതൊന്ന് ഹോട്ടാവാൻ വയ്ക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ മറ്റേ വച്ചിരിക്കുന്ന ആ ഡോ നിങ്ങൾ കണ്ടോ, അത് കട്ട് ചെയ്യുക ആൾ. ഓക്കെ ഓക്കെ. അവർ പറഞ്ഞത് ഇപ്പം ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തുല്ലോ, ഈ സ്പ്രെഡ് ചെയ്ത് തന്നെ അവർ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കും. സ്ക്വയറൊക്കെ ആയിട്ട് ആദ്യം കട്ട് ചെയ്യുന്നുണ്ട്. I can take this.
ഓക്കെ പെർഫെക്റ്റ് വിത്തൗട്ട് സ്കെയിൽ. എന്ത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണേ നോക്ക്. ഒരു മെഷർമെൻറ്റ് ചാർട്ട് പോലും വേണ്ട അടിയിൽ. സാധാരണ നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല, ഒന്നും വേണ്ട. കറക്റ്റായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ആളത് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്തു, ഇനി വേർട്ടിക്കലായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ കട്ട്. അപ്പം ഞാൻ ഡ്രോപ്പ് ആക്കാറ്റ്. ഓക്കെ, മൈ ഗോഡ്. കറക്റ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. ഇതുപോലെ തന്നെ ഇവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സ്കെയിൽ കൊടുത്ത പോലെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഐ തിങ്ക് യു ഹാവ് ടു കട്ട് ഹിയർ ഓൾസോ. നോ, ഇറ്റ് വിൽ ബിക്കം ടു ഷോർട്ട്, റൈറ്റ്? ഓക്കെ. അപ്പോൾ അവർ രണ്ടായിട്ട് അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? യു ഗോയിങ് ടു ഫ്രൈ. ഓക്കെ, ഇത് ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന്. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ട്രയലാണ്, ട്രയൽ. ഒരുമിച്ചെടുത്തു കേട്ടോ. ഓരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഓക്കെ ആണെന്ന്. ദെൻ വാവ്, പെർഫെക്റ്റ്. ഓക്കെ, ദിസ് ഇസ് ഫോർ സെക്കൻഡ് ട്രിപ്പ്, റൈറ്റ്? I can put some. ഓക്കെ, സെക്കൻഡ് ട്രിപ്പ് വേണ്ടാന്ന്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. That's enough. You can put. Okay. Okay, finally. Mama, actually, it's time to learn something from Mama. How do you say good morning in your language? Moko bun. Moko Buanji. Buanji. Moko Buanji. Good afternoon. Machuma bunch. Machumo Buanji. Machumo Buanji. Yes. Moko Banji. Machumo Banji. Machuma bunch. And see you tomorrow. Tizonana mairo. ലാസ്റ്റുള്ള വേർഡ് മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ. മൈറോ. Mairo. Mairo, yes. Then the word before Mairo. Tizonana mairo. Mugabwe. Tizonana mairo. ഓക്കെ ഓക്കെ, മൈറോ. അതാണ് അവരുടെ സി യു ടുമാറോയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ഓരോ വേർഡ്സുകളായിട്ട് ഞാൻ മാമ നമ്മളെ ടീച്ച് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിൽ ഈ ഓയിലിലേക്ക് വീണപ്പോഴേക്കും നല്ല രീതിയിലത് കണ്ടോ, നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലുണ്ട്. It's look like French fries. Oh. About 20. About 250. Okay. Which means 10 minutes, right? ഒരു 10 minutes ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കുക്കാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 12:10 ആണ്. അപ്പോൾ ഒരു 10 minutesനുള്ളിൽ നല്ല രീതിയിൽ കുക്കാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആള് റെസ്റ്റോറൻറ്റിലായിരുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആള് പറയാണ് ഒരു ദിവസം ഇതുപോലത്തെ ഒരു 200 ആള് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമെന്ന്. കാരണം ഈ പുറമേ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടമുള്ള ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ചോദിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇല്ലാന്ന്. ഭയങ്കര ചിരിയാള്, ഭയങ്കര നാണത്തിൻ്റെ ആളാണ്, ഭയങ്കര ചിരിയാണ്. പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പാട്ടും കേട്ടിരുന്ന് ആസ്വദിച്ച് പണിയണതാണ്. നല്ല രസമാണ് കേട്ടോ. പെട്ടെന്ന് ആൾ നല്ല രീതിയിൽ പഠിച്ചു. നമുക്കപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായി. ഇപ്പോൾ നമ്മൾ വർക്കുള്ള സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിഷസ് കറക്റ്റായിട്ട് ആൾ ഉണ്ടാക്കിത്തരും. അങ്ങനെ നമ്മളുടെ മാമ
ദേ എടുത്ത് ഇതിലേക്ക് സെറ്റാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫൈനലായിട്ടുള്ളത് നമ്മൾ എടുത്തു. കണ്ടോ, ഇത്രയാണ് നമ്മൾ കുറച്ച് ഡോ എടുത്ത് ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്ക് ഇത്രയും കിട്ടി. സോ ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ്. യു ഹാവ് ടു ടേസ്റ്റ് ഫസ്റ്റ്. ടെൽ മീ, ഹൗ വാസ് ഇറ്റ്? ഇറ്റ്സ് നൈസ്. സ്വന്തമായിട്ട് പറയാൻ നൈസാണ്. ഇനി ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. നല്ല ടേസ്റ്റ്. I think we have to add some more salt. Some more salt. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സജഷൻ ആട്ടോ, കുറച്ചും കൂടി സോൾട്ട് ഇടായിരുന്നു. പക്ഷെ ഇതായിരിക്കും ശരിക്കും ഇവരുടെ ഒരു ടേസ്റ്റിൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. സോസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാട്ടോ. കാരണം അമ്മു സോസ് വെച്ച് കൊടുത്തു നോക്കാം, പുള്ളി എങ്ങനെ കഴിക്കും അറിയാം. ഐ തിങ്ക് വി ക്യാൻ കോൾ അമ്മു. എന്നുണ്ട് മുകളിൽ ടോയ്സും കൊണ്ട് അതും കൊണ്ട് വരുന്നുണ്ട് ആള്. അമ്മു മാമങ്കോസേ, അമ്മുവിന് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്നാക്സ് ക്രാക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേണോ? വാ 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 വാ. എവിടെ നോക്ക്, അതേ ടേബിളിൽ നോക്ക്. സ്പെഷ്യലായിട്ട് അമ്മൂന് ഉണ്ടാക്കിയതാ. വാ 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 തരാം. കഴിച്ചു നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോന്ന് പറ. ടേസ്റ്റ് ആണോ? ഇഷ്ടമായോ? ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്ക്. മാമ ഗ്രേസ് അതിൻ്റെ ഉള്ളിലുണ്ട്. മാമ ഗൗസേനെ വിളിച്ച് പറ. സേ താങ്ക് യു. അവിടെ പോയിട്ട് പറ. അവിടെ ചെന്ന് പറ മാമയുടെ അടുത്ത്. ഓടി പോയിട്ട് പറയണേ താങ്ക് യു. ആ കഴിക്ക്. മാമ ഗ്രേസിനോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ. No, 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 no. Just tell her to take from this bowl. അത് അമ്മു കഴിച്ചതല്ലേ. മാമ come, just taste. Try. അവർക്ക് എക്സ്പീരിയൻസ്ഡാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അപ്പ വരുമ്പോൾ അപ്പേനും കൊണ്ടും ട്രൈ ചെയ്യിക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇനി സതീഷ് ചേട്ടനും കൂടി വന്നിട്ട് സതീഷ് ചേട്ടനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ആ ബൈറ്റ് ഇടാം. മാമ വാട്ട് യു ആർ ഗോയിങ് ടു മേക്ക് നെക്സ്റ്റ്? ആലോചിക്കട്ടെ എന്ന്. കാരണം ഇനിയും ഗ്രേസ് മാമയുടെ അടുത്ത് ചോദിക്കുകയാണെ എന്തെങ്കിലും അറിയോ ചെയ്യാൻ പറ്റുമോ വേണ്ടി ചോദിക്കാം. യെസ്, നെക്സ്റ്റ് മാമ ഗ്രേസ് ഇസ് ഗോയിങ് ടു കുക്ക് സംതിങ് ഫോർ അസ്. അവിടെ ഇരുന്ന് ഒരുത്തിച്ചിരിക്കുകയാണ്. ഞാനോന്ന് ആള് അമ്മൂൻ്റെ ടോയ്സ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷ്. Tell me your name. Goza Mulenja. Then what's your name? What's your name? Ammu. Then Grace. Bye. സതീഷ് ചേട്ടനെ വിളിച്ചോണ്ട് അതൊക്കെയാണ്. ഇവര് നമ്മൾ 1-2 തവണ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഇല്ല ഇത്. കടയിൽ എന്തോ വേറൊരു സംഭവം, ഒരു ശരിക്കും എക്സാക്ട് പത്തിരി ഇതുപോലെ ഫ്രൈ ചെയ്ത പോലെ അല്ലേ. പക്ഷെ ഇതില് ചേട്ടാ ഇതില് ജീരകം ഇട്ടിട്ടില്ല. എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് പറ. പിന്നെ വെളുത്തുള്ളി, ജീരകം ഇട്ടിട്ടില്ല. അവർക്ക് എന്താ ജീരകം എന്ന് പോലും അറിയില്ല. അത് ജീരകമല്ല, അത് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്തു. നമ്മളുടെ ചില്ലിയും. ഓ ഇങ്ങോട്ട് നോക്കി പറ, മാമോട് പറയേ. ഭാവിക്ക് സന്തോഷമായിട്ടു. ഞാൻ ഒരു വട്ടം വൈൻഡപ്പ് ചെയ്തതാണ്. വൺസ് അഗെയിൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.